നിയമവിധേയമായി തന്നെ ബഷീറിനെ എനിക്ക് ഇവിടെ ഇറക്കിയാൽ കൊള്ളാവുന്നുണ്ട്. മറ്റൊരു രാജ്യത്തെ പോർട്ടിലും അയാൾക്ക് ഇറങ്ങാൻ അനുമതി ലഭിക്കില്ല. ഇവിടെ സ്വന്തം മണ്ണിലും അയാൾക്ക് ഇറങ്ങാൻ അനുമതി ലഭിക്കില്ലെന്ന് വന്നാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ബഷീറിനെ പ്രോപ്പർ ചാനലിൽ കൂടെ മാത്രമേ ഇറക്കാൻ കഴിയൂ. അതിന് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകാർ തന്നെ വിചാരിക്കണം. അവർ ഡിസ്ട്രിക്ട് കളക്ടർക്ക് അപ്ലിക്കേഷൻ കൊടുത്ത് കളക്ടർക്ക് എക്സ്റ്റേണൽ മിനിസ്റ്ററുടെ കൺസേണിന് കീഴിൽ അയാളെ ഡീപ്പോർട്ട് ചെയ്യാൻ ഉത്തരവിടാം. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. പിന്നെ ഇനിയിപ്പോൾ കോടതിയിൽ പോയാൽ തന്നെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകാരോട് ഈ കേസ് ഒന്ന് പരിശോധിക്കണമെന്നൊരു ഡയറക്ഷൻ കൊടുക്കാൻ മാത്രമേ കോടതിക്ക് കഴിയൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഓർഡർ കിട്ടണമെങ്കിൽ തന്നെ ചുരുങ്ങിയത് 3-4 ദിവസത്തെ സമയമെങ്കിലും എടുക്കും. 2 ദിവസത്തിനുള്ളിൽ കപ്പലിന് തിരിച്ചു പോകണ്ടേ? ആ പേരും പറഞ്ഞ് ഇവർ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകാർ കൈ കഴുകുകയും ചെയ്യും അല്ലേ? ഇനിയിപ്പോൾ ഏത് വഴിക്കായാലും ബഷീർ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കണം. അതിനുള്ള പാസ്പോർട്ടോ രേഖയോ ഒന്നും അയാളുടെ കയ്യിലില്ലല്ലോ. ബഷീർ മലയാളിയാണ് സാർ. ഈ സണ്ണി അയാളെ നേരിട്ട് കണ്ടതാണ്. ഓക്കെ, സമ്മതിച്ചു. അപ്പോഴും 48 മണിക്കൂർ കഴിഞ്ഞാൽ കപ്പലിന് തിരിച്ചു പോകണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? അതിനുള്ളിൽ ഒരു മാർഗമില്ല സാർ. ഉണ്ട്. ക്യാപ്റ്റൻ പറഞ്ഞത് അവനൊരു മലയാളിയാണെന്നല്ലേ? അതെ. ആ ടെലിഫോൺ ഡയറക്ടറിങ് എടുത്ത്. അങ്ങനെ അവനൊരു മലയാളിയാണെങ്കിൽ അവന്റെ ഉറ്റവരോ ഉടയവരോ ആരെങ്കിലും ഈ നാട്ടിൽ കാണും. അവരെ കണ്ടുപിടിക്കുക, അവരവനെ ഐഡന്റിഫൈ ചെയ്താൽ കാര്യം നടക്കും. അതിന് അയാൾ ആകെ സംസാരിക്കുന്ന 2-3 വാക്കുകളാണ്. പിന്നെ എങ്ങനെയാണ് സാർ അയാളുടെ നാടോ വീടോ വീട്ടുകാരെ ഞാൻ മനസ്സിലാക്കുന്നത്? ഹലോ, ടൈംസ് അല്ലേ? ഞാൻ ഭാസ്കർ പിള്ള, അഡ്വക്കേറ്റ്. എഡിറ്റർ അല്ലേ? ഒന്ന് കൊടുക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. എനിക്ക് നിങ്ങളുടെ ഏറ്റവും സ്മാർട്ടായ ഒരു ഫോട്ടോഗ്രാഫറെയും ഒരു റിപ്പോർട്ടറെയും ഉടനെ അയച്ചു തരണം. ഹോട്ട് ന്യൂസാണ്. അവർ നേരെ ഏത് വാർഫിലാന്ന് പറഞ്ഞത്? എറണാകുളം വാർഫിൽ. എറണാകുളം വാർഫിൽ അയച്ചാൽ മതി. ഞാനൊരു 3/4 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. ഓക്കെ, താങ്ക് യു. നാളെ ബഷീറിനെ കുറിച്ചുള്ള ഒരു റൈറ്റപ്പ് പത്രത്തിൽ വരും. അത് കണ്ട് അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ ലെറ്റ് us try a chance. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. വെൽക്കം. എന്തിനാ വിശ്വനാഥ ഈ കപ്പലിന്റെ ഫോട്ടോ എടുത്ത സമയം കളയുന്നേ? ഇവിടെ ക്യാപ്റ്റന്റെ ഒരു ഫോട്ടോ എടുക്കും. ഹലോ, ഞാൻ അങ്ങോട്ട് വരാം. ക്യാപ്റ്റൻ പറഞ്ഞതായിട്ട് നല്ലൊരു വിശദീകരണം കൂടെ കൊടുത്തു. ബാക്കിയൊക്കെ തന്റെ യുക്തം പോലെ കുറെ ബെഡായും കൂടെ ചേർത്തോടോ. പക്ഷെ ന്യൂസ് നല്ല സ്റ്റൈലായിരിക്കണം കേട്ടോ. കക്ഷിയപ്പം കാണിച്ചു തരാം. ക്യാപ്റ്റൻ, നമുക്ക് ബഷീർ ഒന്ന് കാണണം. വരൂ. Come on. ബഷീർ, ഇവരൊക്കെ തന്നെ കാണാൻ വന്നിരിക്കുക. പിന്നെ ഇവർക്ക് നിന്റെ ഒരു പടം വേണമെന്ന്. എന്താ നിന്റെ പേര്? ബഷീർ. എവിടെയാ നാട്? ഞങ്ങൾ തന്നെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? മോൻ കവർ ചെയ്താ എങ്ങനെ എടുക്കുന്നേ? കൈയെടുക്ക്. ഒരു കുഴപ്പമില്ലെന്നേ ഒന്ന് പറഞ്ഞേ. ഒരു കുഴപ്പമില്ല. ടൈംസിൽ മാത്രമല്ല മറ്റു പത്രങ്ങളിലും ഈ ന്യൂസും ഫോട്ടോഗ്രാഫും കവർ ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവന് ഭാഗ്യമുണ്ടെങ്കിൽ നാളെ വൈകുന്നേരത്തിനുള്ളിൽ അവനെ അന്വേഷിച്ച് ആരെങ്കിലും എത്തും. ഞാൻ വരട്ടെ. താങ്ക് യു വെരി മച്ച് സാർ. വെൽക്കം. ഓൾ ദി ബെസ്റ്റ്. ബൈ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഹലോ, ഡോക്ടറുമായി 9 മണിക്ക് അവർ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നു. പറയാം സാർ.
വില്യംസോട് ഇരിക്കാൻ പറഞ്ഞില്ലേ? ഉവ്വ് സാർ. എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഇരുന്ന സാർ എങ്ങോട്ട് പോയി? നിങ്ങൾ അകത്തേക്ക് പോയപ്പോ ഈ പത്രം എടുത്ത് നോക്കിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഹലോ സാർ, ഞാൻ വില്യംസ് ആണ്, എറണാകുളത്തുനിന്നാ. പറയരുത്. ഉവ്വ് സാർ, ഞാൻ രാവിലെ പേപ്പറിൽ വായിച്ചു. ഉവ്വ്, ഇന്നലെ എന്റെ ജൂനിയർ സണ്ണി ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. അല്ല, അതെന്റെ പരിചയപ്പെടുന്ന കാര്യങ്ങളല്ല സാർ, ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു. ആ, പത്രത്തിൽ വന്ന എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സാർ. ഞാൻ ചോദിക്കാം സാർ. ഓ, ശല്യമായല്ലോ. ഡോ സണ്ണി, ഡോ, ഇത് വലിയ പുലിവാലായല്ലോ. ഓ, എന്താണോ ഇത്? മേയർ ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. എത്ര പേരാണോ നേരം വെളുത്തപ്പന്നെ ഈ അനാഥരെ കുറിച്ച് അന്വേഷിക്കുന്നത്? 10-30 കൊല്ലം സർക്കാരിനെയും ജനങ്ങളെയും സേവിച്ച് റിട്ടയർ ചെയ്തവരുടെ പടം പത്രത്തിൽ വന്നാൽ പരിചയക്കാർക്ക് പോലും ഓർമ്മയില്ല. ഈ ആരോരുമില്ലാത്തവരോട് ആർക്കൊക്കെയാണോ താല്പര്യം? സിറ്റി കമ്മീഷണർ, പോർട്രസ് ചെയർമാന്, മേയർ, ഭരണകക്ഷിക്കാരെ, പ്രതിപക്ഷക്കാരെ. പത്രക്കാർക്ക് ഈ ന്യൂസ് എവിടുന്ന് കിട്ടിയിടോ? എനിക്കറിഞ്ഞൂടാ സാർ. അറിഞ്ഞൂടെ? വിദേശ കപ്പലിലെ കപ്പിത്താന് ഇവിടുത്തെ പത്രക്കാരുമായിട്ട് എന്താണോ ബന്ധം? അയാൾ മലയാളിയാണ് സാർ, തിരുവല്ലക്കാരനാണ്. അയാൾക്ക് ഇവിടെ സുഹൃത്തുക്കൾ ഉണ്ടാകാം. ഹലോ സാർ. ഉവ്വ സാർ, വായിച്ചു. ഇല്ല സാർ, അത് പത്രക്കാർ ഇവിടെ നിന്ന് നിറഞ്ഞെടുത്തതാവും. ഞാൻ അയാളെ കപ്പലിൽ പോയി നേരിട്ട് കണ്ടതാ. മേയർ എന്നെയും വിളിച്ചിരുന്നു. ഇല്ല സാർ, ആസ് പെർ ഇന്ത്യൻ എമിഗ്രേഷൻ ആക്ട്. സാർ, ഞാൻ 4 മണിക്ക് റിപ്പോർട്ടുമായിട്ട് വരാം സാർ. ഐ വിൽ കം വിത്ത് റിപ്പോർട്ട് സാർ. ഓ, ആ അനാഥനെ കുറിച്ചൊരു ഡീറ്റെയിൽ റിപ്പോർട്ട് 4 മണിക്ക് മുമ്പ് കളക്ടർക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് താൻ പോയി തയ്യാറാക്കും. സാറ് കപ്പലിൽ ചെന്ന് ബഷീറിനെ നേരിട്ട് കണ്ടെന്നല്ലേ പറഞ്ഞത്? താൻ പോയി റിപ്പോർട്ട് തയ്യാറാക്കണം. കൂടെയുള്ളവനെ പാര വയ്ക്കുന്ന വർഗം. आराम से पकड़ो भाई।
उस तरफ। हाँ हाँ हाँ, उस तरफ रखो। उधर उधर भी देखो, राउंड करके रखो ना, जल्दी जल्दी। छोड़ मुझे, कहता हूँ मैं, छोड़ छोड़ मुझे। कहाँ जाएगा बच के साला तू? साहब साहब, बशीर को मारने के लिए 3 लोग बाहर आए, मुझे देखकर भाग गए। आओ। तुम इस तरफ जाओ। Thank you.